കുട്ടികളെ, എനിക്ക് മൈഗ്രെയിൻ എന്തോരം ട്രിഗർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ഞാൻ ഹോമിയോയിൽ കാണിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്കൊരു ആച്ച് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ ആ ഒരു വരുന്ന സ്ഥലം നമ്മുടെ ചീച്ചാൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 9 മണിക്ക് ചെന്നപ്പോൾ ഡോക്ടർ 10 മണിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുന്ന ചേച്ചിയോട് ചോദിച്ചു, ഞാൻ വീട്ടിൽ പോയിട്ട് 9:30 ആകുമ്പോൾ വന്നാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റൂല, എഴുതിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ 10 മണി വരെ അവിടെ ഇരുന്ന് കേട്ടോ, കുത്തിയിരുന്ന് അങ്ങനെ തുമ്മി 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 എൻ്റെ ഉപ്പാടും ചാപ്പാടും വന്നു. അവസാനം ഒരു ചേട്ടൻ വന്ന് എനിക്ക് ചീട്ട് എഴുതി തന്നു. ബൈ ആദ്യത്തെ നമ്പർ എൻ്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചീട്ടും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ കയറി. അപ്പോൾ ഈ ഒരു ഡോക്ടർ ഉമേനല്ലൂരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഡോക്ടറിൻ്റെ കൈപ്പുണ്യം, എൻ്റെ അമ്മച്ചി, എൻ്റെ തലവേദന എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, അത്രയും നല്ല ഡോക്ടറാണ്. അങ്ങനെ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നിറയെ മൾബറിയൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ ആദ്യം എനിക്കൊരു പൊടി തന്നു, അത് അപ്പം തന്നെ കഴിക്കാൻ പറഞ്ഞു. പക്ഷെ പതിവിലും വിപരീതമായി അതിന് കുറച്ച് കയ്പുണ്ടായിരുന്നു. ആ കയ്പ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ മൾബറിയിൽ വലിഞ്ഞു കയറി എങ്ങനെയൊക്കെ ഒരെണ്ണം പിച്ചിയെടുത്ത് തിന്നു. അപ്പോഴാട്ടോ ആ ഒരു കയ്പെൻ്റെ വായിൽ നിന്ന് പോയത്. അങ്ങനെ ബാക്കി മരുന്നുകളും എല്ലാം വാങ്ങിച്ചിട്ട് തൊട്ടപ്പുറത്ത് സീച്ചാൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ പടി അങ്ങോട്ട് കയറിയപ്പോഴത്തേന് മീൻ മറക്കുന്നതിൻ്റെ മണം കേട്ടോ. ഞാനാണെങ്കിൽ ഓടി ചെന്നപ്പോൾ അമ്മ ചൂര അച്ചാറിടാൻ വേണ്ടി മീൻ മറക്കുമായിരുന്നു. ഓടിപ്പോയി ഒരു പ്ലേറ്റ് നിറയെ ചോറും എടുത്തിട്ട് അങ്ങനെ കുറച്ച് തൈരെടുത്തു. എനിക്കറിയാം വിപരീത ഫുഡാണെന്ന്, എങ്കിലും വേറെ ഒടിച്ചുകറി അന്ന് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മീൻകറിയൊക്കെ റെഡി ആവുന്നേ ഉള്ളായിരുന്നു. ഞാൻ കുറച്ച് തൈരും കുറച്ച് മീൻ വറുത്തതും കൂടെ എടുത്ത് കുഴച്ചിരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുഴച്ച് കഴിച്ചെന്നല്ല, മാക്കം ഇരുന്ന് ഞാൻ കഴിച്ചു. എൻ്റെ വായി കിടക്കുന്ന നാക്ക് അടങ്ങിയിരിക്കത്തില്ലല്ലോ, എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും അമ്മ നമ്മുടെ ബാക്ക് സൈഡിൽ പോയി ചീരയൊക്കെ പിടിതുകൊണ്ട് വന്നു. നമ്മുടെ സ്വന്തം ചീരയാണ്. നിൽക്കാൻ സമയമില്ലട കുട്ടാ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞിട്ട് നമ്മളപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, സീ യു.